തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊള്ളൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് വെച്ചാൽ അതിൻ്റെ എലിമിനേഷനിലേക്ക് നമ്മളിലുള്ളതിനെ ഇപ്പോൾ തന്നെ നമ്മളുള്ള സ്മിർണയിലെ സഭ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് എടുത്ത് 3:2 എടുത്ത് 3:2 വെളിപാട് 3:2. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. പറഞ്ഞ് ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഉടമ്പടി ചെയ്യണത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇടുന്നത് ഒരു വിഷയം. പക്ഷേ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ, അഹങ്കാരമൊക്കെ ഉണ്ടാവില്ല നമ്മളിൽ. അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം, അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത്. എന്താ കാര്യം? പത്രം കൊടുക്കണമെങ്കിൽ അതിനു വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളെ വെച്ചിട്ടുണ്ടേ, ബേൺ ചെയ്ത് കളയാൻ വേണ്ടി. കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ ജാതി, നമ്മുടെ വർഗം, നമ്മുടെ തറവാട്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമ്മുടെ നിലപാട്, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ. അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കരുതെന്ന് പറയും അച്ഛന്മാരോട്. കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ്. എന്താണ് അവനെ ഞാൻ പറയും നിങ്ങൾ ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓഹ ഇട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും. അല്ല പാൻസിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും. ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യതരാണ്, ഞാൻ ബാധ്യതരാണ്. കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ലേ സംഭവം. അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യും, എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും. അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും. സ്റ്റാറ്റസിന് ബേൺ ചെയ്ത് കളയേണ്ട സ്ഥാനമാണത്. അത് ബേൺ ചെയ്യേണ്ട കളയേണ്ട കാര്യം. അപ്പോൾ ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും. അപ്പോൾ എന്തിനാണ് ദൈവത്തിനെ പറഞ്ഞ് ദൈവത്തിനൊക്കെ ഇവിടെ കൃപാസനത്തിൽ വന്ന് എന്തിനാണ് പണി മേടിക്കണേ? മറിച്ച് മര്യാദയ്ക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും ഉടമ്പടി. അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും. എന്താ കാര്യം? അവൻ സത്യസന്ധനാണ്, അവൻ ആരെയും പറ്റിക്കണില്ല, അവൻ ആരുടെ മുമ്പിലും മുഖം മൂടി അളിയുന്നില്ല, തുണി ഉരുന്നി കളയണില്ല, അവൻ മര്യാദക്ക് ഉടുപ്പിട്ടിട്ട് സഭയുടെ വസ്ത്രം ചുറ്റുകൊണ്ട് തന്നെയാണ് അവൻ ജീവിക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം. അപ്പോൾ അതൊരു എളിമപ്പെടലിൻ്റെ ഒരു ഭാഗമാണത്. ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ്. നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാമല്ല, ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല. കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം. ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം, വിസ ഇപ്പോൾ പാസ്സാകണം, അതൊക്കെ നിസ്സാര കാര്യമാണ്. ഇത് കഴിഞ്ഞ ദിവസം അവരുടെ പേരെന്നാ, കഴിഞ്ഞ ദിവസം ചേച്ചി തിരുവനന്തപുരത്ത് സാക്ഷ്യം പറഞ്ഞല്ല, ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ നല്ലതായിരിക്കും. ഐറിൻ ചേച്ചിയുടെ സാക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഐറിൻ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാ. പിള്ളോടിയാണ്, ഭയങ്കര വിസ, സഹിക്കാൻ പറ്റാത്ത വിസ. അങ്ങനെയൊക്കെ ദുബായിലാണ് ജോലി. അപ്പോൾ ആ കമ്പനിക്കാരൻ മാനേജർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളി കേട്ടില്ല. പുള്ളി കേൾക്കാതെ എപ്പോഴും വീസി തന്നെയാണ്, വെളിവില്ലാതെയാണ് കമ്പനി ചെല്ലണത്. വെളിവില്ലാതെ കമ്പനി ചെന്ന് ചെയ്യണമൊക്കെ തെറ്റിപ്പോയി അവസാനം അയാൾ മാനേജർ തന്നെ വിളിച്ച് വൈഫിനോട് പറയും, നാട്ടിൽ ജോസഫിനെ കൊണ്ട് സൈ കെട്ട് കേട്ടാ, ഇയാളെ കയറ്റി പിടിക്കണേ. സാറേ കയറ്റി വിടല്ലേ സാറേ, ഞങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല. ഇതിപ്പോൾ 4ാമത്തെ വാണിങ്ങാണ് കൊടുത്തിരിക്കണത്. ഇനി സഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് കമ്പനിക്ക് നഷ്ടമാണെന്ന് പറയണേ. അപ്പോൾ ഇവർ പട്ടാങ്ങി പറയൊക്കെ പറഞ്ഞെങ്കിലും ഫോണോടെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോസഫ് അവർ കൊറിയർ ചെയ്ത് ചാക്കരി കെട്ടിയേ സ്റ്റാമ്പ് ഒട്ടിച്ച് വിട്ടവർ കൊറിയർ വന്ന് ഇവിടെ ഇറങ്ങി വെളിവില്ലാതെ. അതെല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഐറിൻ ചേച്ചി ഭയങ്കര വില്ലത്തിയാണ്. അവരൊന്നും ഇപ്പം സാരമില്ല, നമുക്ക് പണിയുണ്ട്. എന്താണ്
കൃപാസന മാതാവുണ്ടെന്ന്. അതാണ് വിഷയം. ഒരു മനുഷ്യന്മാർ ജീവിതത്തെ കാണുന്ന രീതിയില്ലേ, ഭർത്താവിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരിങ്ങോട്ട് കൊറിയർ ചെയ്തിരിക്കുകയാണ്, ജീവിതം തീർന്നിരിക്കുകയാണ്. പക്ഷെ അവർ ജീവിതത്തിനോട് അവർ ടാച്ചിയാകുന്നില്ല. അത് പറഞ്ഞ് നമുക്ക് കൃപാസന മാതാവുണ്ട്. നേരെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് അയാളും പറയും, ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാമെന്ന് പറയും. ഈ ചേച്ചിമാരുടെയൊക്കെ ഒരു ധൈര്യമേ, ഉടമ്പടി എടുത്തിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് അവിടുന്ന് ഡിസ്മിസ് ചെയ്ത് വിട്ടതാണ്. ഇയാളെയും കൊണ്ട് അവർ ഉടമ്പടിയുടെ ധൈര്യത്തിൽ ഉടമ്പടി പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടി കാശുരം പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തതിൻ്റെ വിശ്വാസ പ്രവണത ചൊല്ലിക്കൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ദുബായി ചെന്ന് ഭർത്താവിനെ കൊണ്ട് ഭർത്താവിൻ്റെ കമ്പനി ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ഒരു എൽഡർ നേഴ്സാണ്, എനിക്ക് എങ്ങനെയായാലും ഇവിടുന്ന് എപ്പോഴായാലും എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാനെന്ത് ഏതെങ്കിലും തരത്തിൽ എന്ത് സീനിയർ സിറ്റിസൻസിനെങ്കിലും നോക്കിക്കൊണ്ട് ഞാൻ സെറ്റാകും, അതുവരെ ഈ മനുഷ്യനൊന്ന് ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എടുക്കണ പ്രശ്നമില്ല, ഇയാളെ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ്, ഇയാളെക്കൊണ്ട് ഞാൻ സൈകെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എടുക്കത്തില്ല, അമ്പിനും മില്ലും എടുക്കത്തില്ല. അപ്പോൾ ഉടനെ ഇവർ തിരികത്തിച്ച് വെച്ച് പച്ചത്തിരിയും നീലത്തിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് കാര്യം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്ന. എന്താ സംഭവം എന്നറിയാമോ? ദുബായ് ഗവൺമെൻറ് അന്ന് വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്ത്. എന്താണ്? ഇന്ത്യക്കാരൻ്റെ വിസ ക്യാൻസലാക്കി കളഞ്ഞു. ഇന്ത്യക്കാരൻ്റെ മൊത്തം വിസ ക്യാൻസലാക്കി കളഞ്ഞു. അതോടുകൂടി എന്നാ പറ്റിയത്? ഇങ്ങനെ അതോടുകൂടി ഈ ജോസഫിന് പകരം വേറെ ഒരുത്തനെ എടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഇപ്പം നിയമം വന്നിരിക്കുകയാണ്. എന്താണ്? വിസ ക്യാൻസലായെന്ന്. ഇപ്പം വിസ ഉള്ളത് ആർക്കാണ്? ജോസഫിന് മാത്രം. ജോസഫിനെ തിരിച്ചെടുത്തവർ. ആ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്ത ചേച്ചിയാണ് അതിൻ്റെ താരം. മനസ്സിലായില്ലേ? ഒരു ജീവിതം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേ അവിടെ വരണേ ഐറിൻ ചേച്ചിയാണ് അതിൻ്റെ താരം. അവർ വിട്ടുകൊടുക്കണില്ല, അവർ വീഴുന്നില്ല. അവർ ഉടമ്പടി കാശ് കൊടുത്ത് തൂങ്ങി അവർ ദുബായിൽ എത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ റീസ്റ്റേറ്റ് ചെയ്യണം. കമ്പനിയെ കൊണ്ട് രാജ്യത്തിൻ്റെ നിയമം മാറ്റിക്കൊണ്ട് അമ്മയിൽ വിശ്വസിക്കുമ്പോഴേ, അമ്മയെ മധ്യസ്ഥയാക്കി കഴിയുമ്പോഴേ ആ കൃപാസന അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഉടമ്പടി മാതാവാണ്, വാഗ്ദാന പേടകമാണ്, നമ്മുടെ എല്ലാത്തിൻ്റെയും ആശയുടെ അടിസ്ഥാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഇത്രയും ധൈര്യം കിട്ടിയ എങ്ങനെ പറയാം? അനു എന്നും പറഞ്ഞ ഒരാളെ ട്രിവാൻഡ്രത്ത് നിന്നാണ്, ഈ അയറിൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്മാർ കൃപാസനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ. അയറിനെ കണ്ടപ്പോഴേ അനു പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷയമുണ്ട്. അപ്പം നിങ്ങളോർക്കും നിങ്ങൾ ആ അനുവാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത്. എന്താണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അയറിനോട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് അവളുടെ തലയ്ക്ക് പിടിച്ച സംഭവം. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തെ കൂടി തോന്നണം. മോസസിനെ കുറിച്ച് തോന്നിയില്ലേ? എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാമെന്ന് പറയാൻ കാരണം? അതിൻ്റെ താഴെയുണ്ട്, അതായത് 32, അതായത് പുറപ്പാടിൻ്റെ 32 താഴെ ശ്രുതികട ഹല്ലേലൂയ 32:14 താഴെ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 32:14. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച 32:14 നിൽക്കണം നമ്മളെ പുറപ്പാട്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും. ദൈവത്തോട് പറയും, അങ്ങനെ നീ നശിപ്പിക്കരുത്. നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വാഗ്ദാന നാട് കാണിക്കാം, അവകാശമായി നൽകാമെന്നും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കതിനുള്ള ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്തുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയാം. ആര്? ദൈവത്തിന് എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവർ നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. അതാണ് ദൈവം പറയണത്. എന്തിനു പറയും? ഉടനെ ദൈവം പറയുകയാണ് പുറപ്പാട് 32:14, ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ മോസസിൻ്റെ മാധ്യസ്ഥത്തിൽ ജനത്തെ തെറ്റ് ചെയ്ത ജനത്തെ ദൈവം വെറുതെ വിടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവൻ്റെ മാധ്യസ്ഥം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കുകയും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കടൽ കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ, ഇവരെയും കൊണ്ട് വാഗ്ദാനം നാട്ടിൽ പോകുന്ന പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും ഇതിൽ വിശ്വസിക്കാത്തവരും അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും. അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 3000-ൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാത്തവരോട് പറയും അവന്മാരുടെ പെടലെടുക്കാൻ പറയും. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത്, ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും. അതാണ് മോസസ്. അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന്. എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം, അവനാണ് മോസസ്. എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ 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 നന്ദി ആരാധന മഹത്വം ഹല്ലേലൂയ. ദൈവത്തിന്റെ ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ മഹത്വം മഹത്വം. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും
ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവത്തിൻ്റെ നിത്യത വരെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടരടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടരടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും അവൻ പറയുന്നത് ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗ്യന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിന് താഴേക്ക് മൊത്തം മരവിച്ച് പോയി, ശരീരം മൊത്തം മരവിച്ച് പോയി. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ, മാറ്റമില്ല. മരവിക്കണം എന്ന് പറയുന്നത് വല്ലാത്ത മരവിപ്പാണ്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടയിൽ അറിയത്തില്ല. അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത്. നടക്കാൻ പറ്റത്തില്ല, കിടപ്പാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രം പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തിനോട് പലരോടും പറഞ്ഞു, ഇത് ഈ ഡോക്ടേഴ്സ് കുറേ ചികിത്സ എല്ലാം കഴിഞ്ഞു, പല സ്ഥലത്തും പോയ സ്ഥലം പോയ ആശുപത്രി ഒന്നും ഇവിടെ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി. പിന്നെ അവസാനം പറഞ്ഞ് ചിലർ പറയും രോഗമൊന്നും കാണുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തും പോയി. എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല, എഴുന്നേക്കാൻ പറ്റണില്ല. അവസാനം ആരാണ്ട് ഒരു ടീച്ചർ, അതൊരു മെൻറ്റർ, ആരാ അവർ ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം ഉടമ്പടിക്ക് ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി, പറയണോ
ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയണോ? പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും? അവരത് ആക്ഷേപിച്ച് കളയുക. അപ്പോൾ അത് സങ്കടമാണ്. മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ? പറയണോ? പറയണ. പക്ഷേ ജാസ്മിൻ ഇവർ തീർന്നെന്ന് കണ്ടപ്പോൾ, ഇനി ഒരു മാർഗ്ഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് വീൽ ചെയറിലാണ് വന്നത്. ഉടമ്പടി എടുത്തു, ആൾത്താറിലും വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെയും കണ്ട്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ്. ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക്, എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് രണ്ട് ചെവിട് നടന്ന്, എന്നിട്ട് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യ വാരം മാതാവ് സ്വപ്നത്തിൽ വെച്ചാൽ പറഞ്ഞ് ഫെബ്രുവരി 26 കംപ്ലീറ്റ് സുഖമാവുമെന്ന് പറഞ്ഞവനോട്. 28 ഫെബ്രുവരി 28 കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ അതേ സമയത്ത് 28 അവൻ നടക്കാൻ തുടങ്ങിയാണ്. ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം. നിങ്ങളെ സാക്ഷ്യം നോക്കണം. ആ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു, ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളെന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാൽ അതോട് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടയാളം കാണട്ടെ. അയ്യപ്പൻ്റെ മോന് കാണിച്ചല്ല, ആൻ്റപ്പൻ്റെ മോന് കാണിച്ചല്ല, എനിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരും. അടയാളം കാണാത്തപ്പോഴും മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ജീവനെ അതായത് ഉടമ്പടി നമ്മൾ സാക്ഷികൾക്ക് മനസ്സിലാവും. ഉടമ്പടി വിത്തിൻ നോ ടൈമാണ് വർക്കൗട്ട് ചെയ്യണത്. അതിന് മാറ്റമൊന്നുമില്ല. സമയമൊന്നും സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ്. അതുതന്നെ അതിൻ്റെ വിധാതാവും ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് 31:15-16 എടുക്കുക. സങ്കീർത്തനം 31:15-16. സങ്കീർത്തനം 31:15-16. എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത്? ഭാഗധേയം ഇവിടെ എന്താണ്? നമ്മുടെ ഷെയർ, നമ്മുടെ അവകാശം, നമ്മുടെ നിയോഗം, നമ്മുടെ അതായത് 31:15 സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്, നിന്റെ കരങ്ങളിലാണ്. 6 ഭാഗധേയമാണ് നമ്മൾ നോക്കണം. 6 ഭാഗധേയം, 6 നിയോഗം. അതെന്താണ്? 6 ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാവും. കാര്യം എന്താണ്? സമയം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ്. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഭാഗധേയം എന്നല്ല കിടക്കണത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സിലാവും. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ സമയം നിൻ്റെ കയ്യിലാണെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? എൻ്റെ സമയം, എൻ്റെ ജോലി കിട്ടുന്ന സമയം, എൻ്റെ വിവാഹ സമയം, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഭാഗധേയം, എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം, അതാണ് നിൻ്റെ കയ്യിലാണെന്ന്. അതാണ് സങ്കീർത്തനം 32:31-15. അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ്? നിൻ്റെ കൈകളിലാണ്. എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ്, അല്ലേ? എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ്. അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനം 31:15. ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ, നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിൽ, ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് ജ്ഞാനം 14:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. 4:13. ജ്ഞാനം 4:13. ജ്ഞാനം 4:13. ഹ്രസ്വകാലം കൊണ്ട് പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട്, ഹ്രസ്വകാലം കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട്, ഷോർട്ട് ടൈം കണ്ടാ? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. ഒന്നുകൂടെ പറഞ്ഞേ. അത് ഒന്നുകൂടെ പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിൻ്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കണമേ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ വരുന്ന വിഷയം, ആ വചനം ഒന്നിനെ പറഞ്ഞ് ജ്ഞാനം 4:13. എന്താ പറയുക? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ, പറഞ്ഞ ഹ്രസ്വകാലം കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അപ്പൊ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. എങ്ങനെ? എന്ത് ചെയ്യണം അതിനു വേണ്ടി? അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ്, 90 ദിവസമേ ഉള്ളേ. ഈ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം. അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ഇരിക്കരുത്. ചിലർ പറഞ്ഞില്ല, ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ടും പറയുമേ, സാക്ഷ്യമൊക്കെ കിട്ടി, കല്യാണമൊക്കെ നടന്ന്, ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല, രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും. അതായത് എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമേ, അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞു ദൂരദർശനം കൊണ്ട് പോകും, കാണാൻ പറ്റും. വല്ല കഥ ഓരോ ഉടായ്മ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണം സാക്ഷ്യം പറയാൻ വേണ്ടി. ഈ ക്യാമറയുടെ കാലിന് പിടി തലക്കറി തല്ലണമെന്നാണ്. അതെന്നാ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ്. അതായത് ഈ സമയം വരെ ആ 90 ദിവസം കഴിഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ, ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ. പക്ഷേ ബൈബിൾ എന്താ പറയണത്? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം എന്താ അറിയാമോ? വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ. ഒരു ദിവസം ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അച്ഛാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന പരിപാടിയാണ്. നല്ല കാശുണ്ട്, കോടികൾ കിട്ടാനുണ്ട്. പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ്. അതിൻ്റെ പലിശ പോലും ഗവൺമെൻറ് തരത്തില്ല. ഞാൻ കോടതിയിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ. പക്ഷേ അതിന് ഏത് കാലത്താണ്?
ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം. അപ്പോൾ ഗവൺമെൻറ് കാര്യം പറയും. പിന്നെ അത് 10 കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും. ആ സമയത്ത് പലിശ മാത്രം പോകും. അച്ഛനൊരു ഡേറ്റ് പറയാൻ പറയും. അതാ പ്രശ്നം. എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം. അതാണ് പുള്ളി ഉദ്ദേശിക്കണത്. മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു ഭാഗ്യ പരീക്ഷണമായതുകൊണ്ട് ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും. ഒരു ഡേറ്റ് പറയാം അച്ഛാ പറയും. എന്തിനാണ്? കോടതിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാൻ ഒരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറയും. അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും. കാര്യം പുള്ളി പറയാതെ പോകത്തില്ല. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പണി വെക്കരുത് കേട്ടെന്ന് പറയും. അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്. നമുക്ക് ദർശനത്തെ കണ്ടിട്ട് പറയണതല്ല. ഞാൻ ഏപ്രിൽ എന്ന് പറയും. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചിട്ടുണ്ട്. പറയും അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ എന്താ പ്രശ്നം? ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ് ചുമതല. നമുക്കൊന്നും അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല. പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറയാം. പിന്നെ പുള്ളിക്കാരൻ പറയും അച്ഛാ അങ്ങനെ പറഞ്ഞ ഡേറ്റ് പറയാൻ പറയും. ഞാൻ പറയും 14 എന്ന് പറയും. ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം അത് ഏപ്രിൽ ഈ പറഞ്ഞ മാർച്ച് 13-ാം തീയതി നടന്ന സംഭവമാണ്. മാർച്ച് 14-ാം തീയതി എന്നെ വിളിച്ചു പറഞ്ഞ് അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞിരിക്കണത്? ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. 60 ദിവസം 14 തൊട്ട് 60 ദിവസം 60 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്ത് തീർക്കാൻ വേണ്ടി. ദാറ്റ് മീൻസ് ആ 14 തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 14 പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ. അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം. അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല. അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ബന്ധമെന്ന് പറയണത് അതാണ്. നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം. അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികെത്തിച്ച് പിന്നെ ഉതിക്കെടുത്തി പിന്നെ തോന്നിയവാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവ് മോസസിന് ഒരു ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ടൊരു കുഴപ്പമില്ല. പക്ഷേ മോസസിനോടെ കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം, നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത്. ദൈവം അതും പറയും. അതാ വിഷയം. നമ്മളെക്കുറിച്ച് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് ഉണ്ടാകണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മോസസിനോട് നീ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് നീ പറയാൻ അത്രയും ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധം ദൈവമേ ഈ പാവപ്പെട്ടവളുമായി പാവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ. അതിന് ഉടമ്പടിയെ അങ്ങ് ക്രമീകരിക്കണമേ. ഉടമ്പടിയുടെ പ്രയോഗത്തായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 15
126 ഒറ്റ നമ്പറല്ല, 3 നമ്പറാണ്. 15 ഒരു നമ്പർ, 126 നമ്പർ, 56 വേറെ നമ്പർ. ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ്. അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം. കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവീശിക്കൊണ്ട് സങ്കീർത്തനങ്ങൾ 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് 34 എടുത്തേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 34 സങ്കീർത്തനം 18 തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് കാലാവസ്ഥ. കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ്. എന്താണ്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവർക്ക് അവിടുന്നാണ് രക്ഷകൻ. സങ്കീർത്തനം 34:18 വചനമാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറുങ്ങിയത്, എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്തനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത്. അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണം നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും
അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും രക്തധമനികളിലും രക്തബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും രക്തധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കൈകൾ തന്നെ എടുത്ത് രണ്ട് കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദര സംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവർ, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തം അറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവിൻ്റെ സഭയിലെ സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവെ, 38 വർഷമായി അർപ്പിച്ച യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, കിഡ്നി രോഗികൾ, നടുവേ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഉത്തര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. രണ്ട് കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, അസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈറ്റ് രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവിൻ്റെ തിരുമുറി പാർന്ന വലുതുകരം കർത്താവ് നെഞ്ചിൽ വെക്കണം. പ്രാർത്ഥന കർത്താവേ, ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ നെറ്റിയിൽ കൈവെക്കുക. രണ്ട് കൈകളും ചേർന്ന് നെറ്റി വെക്കുക. നിങ്ങളുടെ രോഗം മാത്രമല്ല, നിങ്ങൾ വീട്ടിലുള്ളവർ, അയൽവാസികൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത്. ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ശിരസ് കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട്, ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട്, തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട്, മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവില്ലാത്തവരുണ്ട്, ചെവിക്ക് കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കണമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യത്തിൽ എല്ലാ മാർഗരോഗങ്ങൾ, ശിരസ്സംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ന്യൂറോ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട മുട്ടന്തിക്കുക. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ മുട്ടന്തിക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, സ്ഥലം, വഴി, പ്രൊമോഷൻ, പരീക്ഷ, റിസൾട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. SLC-ക്കാരുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്, ഡിഗ്രിക്കാരുണ്ട്, പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജയിലിലായപ്പെട്ടവരുണ്ട്, കേസായി പോയവരുണ്ട്. വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷമാതാവിന്റെ മധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുട്ടനിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദൈവപിതാവ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ